ഈ നന്ദഗോവിന്ദൻ ഭജനുമായി ബന്ധപ്പെട്ടാണ്. ഭജനയ്ക്ക് ജനങ്ങളുടെ ഇടയിലുള്ളൊരു സ്വീകാര്യത കഴിഞ്ഞ കുറച്ച് നാളുകളായി വല്ലാതെ വർദ്ധിച്ചു. പ്രത്യേകിച്ചും അതിന് ഈ നന്ദഗോവിന്ദം വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന് അറിയാം. ആധ്യാത്മിക രംഗത്തൊക്കെ വലിയ ഉണർവ് വന്നിട്ടുണ്ട്. അത് അവരൊരു അമ്പലത്തിലെ ചടങ്ങിൽ ക്ഷേത്രത്തിലെ പ്രോഗ്രാമിനിടയിൽ ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടി എന്നതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇതിൽ നമ്മൾ ഈ വിഷയത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാട്, ആ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകരുമായിട്ട് മുൻകൂട്ടി ആലോചിച്ചിട്ടാണോ നന്ദഗോവിന്ദ ഭജൻസ് പാടിയത് തുടങ്ങിയ വിഷയങ്ങളൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഒരു ബ്ലാങ്കറ്റായിട്ട് അവരെ ആക്ഷേപിക്കാനോ അനുകൂലിക്കാനോ എനിക്ക് സാധിക്കില്ല. പക്ഷെ ഒന്ന് പറയാം, ഒരു ഗാനമേളയാണെങ്കിൽ അതിലേത് തരം പാട്ട് പാടിയാലും ഒരു കുഴപ്പമില്ല. അത് ക്രിസ്തീയമോ ഇസ്ലാമികമോ ഹൈന്ദവമോ ഇനി നിരീശ്വരവാദപരമോ ഏതോ ആയിക്കോട്ടെ, ഗാനമേളയിലെല്ലാം പാടാം തീർച്ചയായിട്ടും. ഇനി ഭജന എന്നുള്ള പേരിലാണെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസ് എന്നാണല്ലോ. അപ്പം ഭജൻ എന്നുള്ള രീതിയിൽ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ കഴിയുന്നതും ക്ഷേത്രവുമായും ക്ഷേത്രവിശ്വാസവുമായും ബന്ധപ്പെട്ടിട്ടുള്ള ഭജനകളായിരിക്കണം അവിടെ പാടേണ്ടത്. അല്ലാത്തത് ഭജനയുടെ ഭാഗമായിട്ട് പാടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുകൊണ്ട് അവരെ നിന്ദിക്കാനോ വിമർശിക്കാനോ ഞാനില്ല. കാരണം ഏതൊക്കെ സാമൂഹിക സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്, ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകർ അവരോട് ആവശ്യപ്പെട്ടിരുന്നു, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അത്തരം ഒരു അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനത്തിന് നമ്മൾ മുതിരുന്നില്ല. പക്ഷെ ഒന്ന് പറയാം, ഭജന എന്നുള്ള നിലയ്ക്ക് ഒരു മതേതരത്വത്തിൻ്റെ ഭാവം അണിയാൻ വേണ്ടി ഇതര മതവിശ്വാസങ്ങൾ ക്ഷേത്രത്തിൽ പാടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അത് അംഗീകരിക്കണം. പള്ളികളിൽ രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഭഗവതിയെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും പാടണം. അതുപോലെ ഇസ്ലാമിക ചടങ്ങുകളിൽ ഹൈന്ദവ ക്രിസ്തീയ കീർത്തനങ്ങൾ പാടണം. അങ്ങനെ എല്ലാവരും എല്ലാം അംഗീകരിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ സന്തോഷം. അല്ലാതെ എല്ലാം അംഗീകരിക്കാൻ ഒരു സമൂഹം മാത്രം എന്നുള്ളത് വികലമായ കാഴ്ചപ്പാടാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അല്ല, അവർ ഭജന എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഭജനയുടെ രീതിയിൽ തന്നെ പോകണം എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? അതെ, ഭജന എന്നാണെങ്കിൽ ഭജന തന്നെയായിരിക്കണം. ഇപ്പോൾ ക്രിസ്തീയം പാടിക്കൂടെ? തീർച്ചയായിട്ടും പാടാം. എവിടെ? പള്ളിയിൽ പാടാം, പൊതുവേദിയിൽ പാടാം. ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് രാമന്റെയും കൃഷ്ണന്റെയും ഭദ്രകാളിയുടെയും ഭഗവതിയുടെയും ഗണപതിയുടെയും പാടിക്കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും അവിടുത്തെ സമൂഹം അതിനെ സ്വീകരിക്കുക? അഥവാ അതിൻ്റെ അധികാരികൾ ഇതിനെല്ലാം ഒരുപോലെ ഉൾക്കൊണ്ടാൽ പോലും അവിടെയുള്ള സാമാന്യ ഭക്തന്മാർ എങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുക? എനിക്ക് തോന്നുന്നില്ല അംഗീകരിക്കുമെന്ന്. ഒരു പള്ളിയിൽ പോയിട്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് ഭദ്രകാളിയെക്കുറിച്ച്, ശിവനെക്കുറിച്ച്, വിഷ്ണുവെക്കുറിച്ച്, ഗണപതിയെക്കുറിച്ചൊക്കെയുള്ള കീർത്തനങ്ങൾ പാടുന്നതിനെ ക്രിസ്തീയ ഈ വക ശാസ്ത്രങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഫാദർ അംഗീകരിച്ചാൽ പോലും സാമാന്യ ഭക്തന്മാർ അംഗീകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പരിപാടിയിൽ, ഇപ്പോൾ പല ഇസ്ലാമിക പരിപാടികളിലും പാട്ടുകളുണ്ടായി എന്ന് വെച്ചോളൂ. ഭജന എന്നുള്ളൊരു പദ്ധതി അവർക്കില്ല. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഭജനയുണ്ട്. അങ്ങനെ ഇസ്ലാമിക പരിപാടിയിൽ പോയിട്ട് അയ്യപ്പനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ പാടാൻ സമ്മതമാണോ? എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ആവാം. അല്ലാതെ ഒന്നിൽ മാത്രം അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇതിന് പലപ്പോഴും പലരും മറുപടി പറയുക, അങ്ങനെയാണെന്ന് യേശുദാസിന്റെ പാട്ട് നിങ്ങൾ ശബരിമലയിൽ വെക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. യേശുദാസിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ യേശുദാസ് ഭക്തനാണ്, അദ്ദേഹം ഭക്തിപൂർവ്വം പാടി, ആ പാട്ടാണ് വെക്കണത്. ഇനി ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോവും എന്ന് യേശുദാസ് പാടിയില്ലേ, അപ്പോൾ യേശുദാസിനെ കേട്ടണ്ടേ? യേശുദാസ് അല്ല പാടിയത്, അത് വയലാർ രാമവർമ്മ എഴുതിയതാണ്, ദേവരാജൻ ട്യൂൺ ഇട്ടതാണ്, സംഗീത സംവിധാനം ചെയ്തതാണ്, ദേവരാജന്റെ നിർദ്ദേശമനുസരിച്ച് യേശുദാസ് പാടിയതാണ്. അദ്ദേഹം പ്രതിഫലം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഫലത്തിന് വേണ്ടി പാടിയതാണ്. യേശുദാസ് മഹാനായ ഗായകനാണ്, ഞാൻ അങ്ങേയറ്റം മനസ്സുകൊണ്ട് പൂജിക്കുന്ന ഒരു ഗായകനാണ്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഹൃദയമല്ല. അതിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ 1000 കാതം അകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കുന്നുണ്ട്. മക്കയിൽ കയറ്റുവോ? അത് സിനിമ പാട്ടാണ്, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല. അത് സിനിമയിൽ ആ സന്ദർഭത്തിനനുസരിച്ച് ഗാനരചയിതാവ് എഴുതി, സംഗീത സംവിധായകൻ ട്യൂൺ ചെയ്ത് ഗായകൻ പാടുന്നതാ. അപ്പൊ അതൊരു വാദം ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ നാട് ഇങ്ങനെയാണ്, പള്ളികളിൽ ക്രിസ്ത്യൻ പാട്ട്, ഹിന്ദുക്കളുടെ പാട്ട് പാടുകയും ഹൈന്ദവ പരിപാടികളിൽ ക്രിസ്ത്യൻ പാട്ടുകളൊക്കെ ചെയ്യുന്ന ഒരു നാടാണ്, ഞങ്ങളുടെ മതേതരം
മതം തകർക്കാൻ ശ്രമിക്കരുത് എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞത്. അതിന്റെ സാഹചര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. അവരുടെ ഗ്രാമത്തിൽ ക്രിസ്തീയ ദേവാലയത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ആരാധനാലയത്തിൽ ഹൈന്ദവ ഇസ്ലാമിക പാട്ടുകൾ പാടാറുണ്ട് എങ്കിൽ ഹൈന്ദവ ദേവാലയത്തിൽ ക്രിസ്തീയ പാട്ട് പാടുന്നതിന് ഒരിക്കലും എതിർക്കാൻ പാടില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യദൂരമായിരിക്കണം. അല്ലാതെ ഞങ്ങളുടേത് വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി കഴിയുന്ന ഗ്രാമമാണ്, അതുകൊണ്ട് വർഗീയത പറയരുതെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വേണം. അതുകൊണ്ട് ഹിന്ദു ദേവാലയത്തിൽ ഹൈന്ദവ ഭക്തിഗാനങ്ങളോടൊപ്പം ക്രിസ്തീയ ഭക്തിഗാനങ്ങളും പാടുക, ക്രിസ്തീയ ദേവാലയത്തിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങളോടൊപ്പം ഹൈന്ദവ ഭക്തിഗാനങ്ങളും പാടുക. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ശരിയാണ്. ഒരു ഭാഗം മാത്രമായി പോരുത്. അല്ല, പക്ഷെ പ്രതികരണങ്ങൾ വരുമ്പോഴും ഈ ചിക്കൻ മസാല കൊള്ളാം, പക്ഷെ അത് പായസത്തിലിടരുതെന്നൊക്കെ അത്തരം ഒരു രീതിയിലേക്ക് പോകേണ്ട ഒരു സമയമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം തിരിവുകളുടെ ആവശ്യമുണ്ടോ നിലവിൽ? അല്ല, അതിപ്പോൾ അതത് വ്യക്തികൾ പറയുന്നവരോടാണ് ചോദിക്കേണ്ടത്. ഒരു വ്യക്തി പറഞ്ഞതിന് മറ്റൊരാൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. വസ്തുത ശരിയാണ്, ചിക്കൻ മസാല നല്ലതാണ് ചിക്കനിൽ, പക്ഷെ പായസത്തിൽ നല്ലതല്ല എന്ന വസ്തുത ശരിയാണ്. അത് എങ്ങനെയാണ് പറഞ്ഞത്, ആ സാഹചര്യം പഠിച്ചിട്ടാണോ, അതിനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ ബാധ്യതയുള്ളൂ. ബേസിക്കലി ഭജനയാണെങ്കിൽ ഭജനയായി തന്നെ നടക്കട്ടെ. അതെ, തീർച്ചയായിട്ടും ഭജനയാണെങ്കിൽ ഭജനയായിട്ട് തന്നെ നടക്കണം. അവിടെ മറ്റു പാട്ടുകൾ കൂട്ടരുത്. ഇനി ഗാനമേളയാണെച്ചാൽ മറ്റു പാട്ടുകൾ കൂട്ടാം, ഒരു വിരോധവും ഇല്ല. പക്ഷേ അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയുള്ള നിലപാട് വേണം. ക്രിസ്തീയ ആരാധനാലയങ്ങൾ ഹൈന്ദവ ഗാനങ്ങൾ പാടണം, ഹൈന്ദവ ആരാധനാലയങ്ങൾ ക്രിസ്തീയ പാട്ടുകളും പാടണം. ഒന്ന് മാത്രമായി പോയത്. കാരണം മതേതരത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടത് ഒരു സമൂഹം മാത്രമല്ല. അത് പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയുന്നു, മതേതരത്വത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടത് ഒരു സമൂഹം മാത്രമല്ല, എല്ലാ സമൂഹങ്ങളും ആയിരിക്കണം. എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ ആരാധനാക്രമം മാത്രം ശരി എന്ന് ആരും പറയാതെ പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം പൂജിക്കാനും കഴിയുന്നൊരു മാനസികാവസ്ഥയാണ് നമുക്കുണ്ടാവേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.